പിണവൂർക്കുടിയിൽ കാട്ടാന ശല്യത്തിന്റെ പരിണിത ഫലമായി ഒരാളുടെ ജീവൻ കൂടി പൊലിഞ്ഞു. ചക്കനാനിക്കൽ പ്രകാശിനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ആനകൾ കൃഷിയിടത്തിൽ കയറുന്നത് തടയാനുള്ള ശ്രമത്തിനിടെ കുഴഞ്ഞു വീണ പ്രകാശ് ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ മരിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. കഴിഞ്ഞ മാസം കോട്ടപ്പടിയിലും സമാന സംഭവം ഉണ്ടായിരുന്നു. കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടിയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവാണ്. തിങ്കളാഴ്ച രാത്രിയിലും ഇതുതന്നെയുണ്ടായി. കൃഷിയിടത്തിൽ ആനകൾ കയറുന്നത് തടയുവാനുള്ള ശ്രമമാണ് കർഷകനായ ചക്കനാനിക്കൽ CM പ്രകാശിന്റെ ജീവനെടുത്തത്. പടക്കം പൊട്ടിച്ചും ഒച്ചവച്ചും ടോർച്ചടിച്ചുമെല്ലാമാണ് ആനകളെ ഓടിക്കാൻ പ്രകാശും ഒപ്പമുണ്ടായിരുന്നവരും ശ്രമിച്ചത്. ആനകളിലൊന്ന് പാഞ്ഞെടുക്കാൻ ശ്രമിച്ചതോടെ എല്ലാവരും ഓടി. ഇതിനിടെ പ്രകാശ് കുഴഞ്ഞു വീണു. തുടർന്ന് പ്രകാശിനെ കോതമംഗലത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരണം സംഭവിച്ചു. വനത്തിൽ നിന്ന് കുറച്ചു ദൂരെയാണ് പ്രകാശിന്റെ വീടും കൃഷിയിടവും. ഈ ഭാഗത്ത് എല്ലാ ദിവസവും ആനകൾ എത്തുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രാത്രിയിൽ ഉറക്കം വിളിച്ചിരുന്ന് കാത്തിരുന്നാണ് ആനകളെ ഓടിക്കാറുള്ളത്. എന്നാൽ തിങ്കളാഴ്ച രാത്രിയിലെ ശ്രമം പ്രകാശിന്റെ മരണത്തിലാണ് കലാശിച്ചത്. പ്രകാശിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കഴിഞ്ഞ മാസം 3-ന് കോട്ടപ്പടി കൂവക്കണ്ടത്തും സമാനമായ രീതിയിൽ മരണം സംഭവിച്ചിരുന്നു. കൃഷിയിടത്തിലിറങ്ങിയ ആനകളെ തുരത്താനുള്ള ശ്രമത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഓടുന്നതിനിടെ പാമ്പലായം കുഞ്ഞപ്പനാണ് മരിച്ചത്. GTV ന്യൂസ്, കുട്ടമ്പുഴ.